പല പെണ്ണുങ്ങളും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, ആണുങ്ങളുടെ ജീവിതം എന്ത് ഹാപ്പിയാണ്, അവർക്ക് എന്ത് ഫ്രീഡമാണ്, അടിച്ചുപൊളിയാണ്, എൻജോയ് ആണ്, ഹാപ്പിയാണ്, എന്ത് സന്തോഷമാണ്. എനിക്കൊരു ആണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഞാൻ വലിയ സന്തോഷവതി ആയേനെ എന്ന് ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്തുപോലെ ഒരു യഥാർത്ഥ ആണിൻ്റെ ജീവിതം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ടുണ്ടോ? ഒരു 10-15 വർഷം വരെ മാത്രമേ ഒരാണ് അവന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതകാലം മുഴുവനും അവനവൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ വേണ്ടിയാണ് ജീവിക്കുന്നത്. 10-15 വർഷം കഴിയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പെണ്ണ് ലൈനായിട്ട് സെറ്റായിട്ട് സ്നേഹിക്കുന്ന പെണ്ണുണ്ടാവും. അത് കുറച്ചൊക്കെ കഴിയുമ്പം അവൾ തേച്ചിട്ട് അവളെ വഴിക്കങ്ങ് പോകും. പിന്നെ ഇവൻ അതിൻ്റെ വിഷമങ്ങളുമായിട്ട് നടക്കും. ഒരു 10-20 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും നിരന്തരമായിട്ടുള്ള ചോദ്യമായിരിക്കും, നിനക്ക് ജോലിയൊന്നും ആയില്ലേ, നീ ജോലിക്ക് പോകുന്നില്ലേ, നീ ഒരാണല്ലേ, നിനക്ക് നട്ടല്ലില്ലേ, കുടുംബം നോക്കണ്ടേ, നീ ഇങ്ങനെ വീട്ടിൽ കയറി ഇരുന്നാൽ മതിയാ, നീ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതിയാ, നീ എന്തെങ്കിലും പുറത്ത് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഴുവനും ചോദ്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയൊരു ജോലിയൊക്കെ നേടി അപ്പോഴേക്കും വീട്ടിൽ പഴയ കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഒന്ന് ലെവലായിട്ട് വരുമ്പോഴേക്കും കല്യാണം എന്ന് പറയുന്ന സംഭവം വരും. കല്യാണം കഴിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ സെറ്റാക്കി റെഡിയാക്കി കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാകുമ്പോഴേക്കും പിന്നെ ഈ പെണ്ണും പിന്നെ മാതാപിതാക്കളും തമ്മിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ ആരോടൊപ്പം നിൽക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ടെൻഷൻ അടിച്ച് വിഷയങ്ങളുമായിട്ട് നടക്കും. അത് കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞാവും, അതിനു വേണ്ടിയുള്ളതായ കാര്യങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങൾ, വീട് വയ്ക്കണം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കണം. നല്ലോണം ജോലിക്ക് പോയാൽ പറയും എപ്പോഴും പണിക്ക് പോകുന്നവനാണെന്ന്. ഭാര്യയോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവൻ പെങ്കോന്തനാണെന്ന് പറയും. മാതാപിതാക്കളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവൻ നട്ടലില്ലാത്തവനാണ്, അവൻ ഇപ്പോഴും മാതാപിതാക്കളുടെ വാക്കും കേട്ടുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറയും. നല്ലോണം ഒന്ന് ഒരുങ്ങി നടന്നാൽ പറയും അഹങ്കാരിയാണ്, അവൻ വീട്ടുകാർക്കൊന്നും കൊടുക്കാതെ അവൻ സ്വന്തമായിട്ട് അറമാദിച്ച് നടക്കുന്നെന്ന് പറയും. എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ചെയ്താൽ പറയും അവൻ പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കുന്നു എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്താലും എവിടെ ചെയ്താലും പല രീതിയിൽ പല ദിക്കുകളിൽ നിന്നും കുറ്റങ്ങളും കുറവുകളും മാത്രം കേൾക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് ഓരോ ആണുങ്ങളെന്ന് പറയുന്നത്. ഓരോരുത്തരും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓരോ പെണ്ണുങ്ങളും, നിങ്ങൾ ഒരു പുരുഷനോട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് എത്ര നാളായി കാണും അവനോടൊന്ന് ചോദിച്ചിട്ട്. അവൻ്റെ വിഷമങ്ങളൊന്ന് തുറന്ന് ആരോടും പറയാനില്ലാതെ, അവനോട് ആരെങ്കിലും ഒന്ന് ചോദിക്കാനില്ലാതെ എത്രയോ ആണുങ്ങൾ വീർപ്പ് മുട്ടി വിഷമിച്ച് കഴിയുന്നുണ്ടാവും. അപ്പോൾ ആണുങ്ങളുടെ ജീവിതം പെണ്ണുങ്ങൾ കാണുന്നത് പോലെ അത്രയും സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ല. അവനും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് ശരീരത്തിൻ്റെ വേദനയാണെങ്കിൽ ആണുങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് മനസ്സിൻ്റെ വേദനയാണ്.